പാകിസ്ഥാന് വമ്പൻ മുന്നറിയിപ്പുമായി അഫ്ഗാനിസ്ഥാൻ. 9 കുട്ടികളുടെയും ഒരു സ്ത്രീയുടെയും മരണത്തിനിടയാക്കിയ ബോംബാക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകും. അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ ജീവൻ തൊട്ട് കളിച്ച പാകിസ്ഥാൻ അതിന് വേദനിക്കുമെന്നാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അഫ്ഗാനിസ്ഥാനിലെ ജനവാസ മേഖലയിലേക്ക് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. കുനാൽ, പക്തിങ് തുടങ്ങിയ മേഖലകളിലേക്ക് അമേരിക്കൻ സൈനിക വിമാനങ്ങൾ കനത്ത ബോംബാക്രമണം നടത്തുകയായിരുന്നു. ഇസ്ലാമാബാദ് സ്ഫോടനത്തിനും അതുപോലെ പെഷ്വാർ സ്ഫോടനത്തിനുമുള്ള തിരിച്ചടി എന്നോണമാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ താലിബാൻ വിശ്വസിക്കുന്നത്. അതേസമയം താലിബാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ തെഹ്രിക്ക് താലിബാന് നേരെയോ ആക്രമണം നടത്താതെ പാവപ്പെട്ട സാധാരണക്കാരായ സിവിലിയൻസിന് നേരെ വീണ്ടും കിരാതാക്രമണം നടത്തുകയായിരുന്നു പാകിസ്ഥാൻ. സത്യത്തിൽ ഇതൊരു കിരാതാക്രമണം തന്നെയാണ്. 9 കുട്ടികൾ, പിഞ്ചു കുട്ടികളടക്കം 9 കുട്ടികൾ, ഒരു സ്ത്രീ, ഒരമ്മ, ഈ കുട്ടികളുടെ ഒരമ്മ, ഇവരാണ് കൊല്ലപ്പെട്ടത്. അതുകൂടാതെ 5ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു മുൻപും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ ആക്രമണം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു, ജനനിബിഡ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു. അല്ലാതെ താലിബാന്റെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ തെഹ്രിക്ക് താലിബാന്റെ ക്യാമ്പുകൾക്ക് നേരെയോ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ സേനയ്ക്ക് നട്ടലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനേറെ പറയുന്നു, ബലൂജ് ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ സേനയെ നിരന്തരമായി ആക്രമിക്കുന്ന ബലൂജ് പോരാളികൾ, ആ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ക്യാമ്പിന് നേരെ ഒരു വ്യോമാക്രമണം എന്തുകൊണ്ട് ഈ പാകിസ്ഥാൻ നടത്തുന്നില്ല? പാകിസ്ഥാനിന് വലിയ സൈനിക കരുത്തുണ്ടെന്ന് പറയുന്ന ഒരു രാജ്യമാണല്ലോ. പാകിസ്ഥാൻ സേനയെ അടപടലം ആക്രമിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെ ഉണ്ടവർ, അവരുടെ ക്യാമ്പുകൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ വാസസ്ഥാനങ്ങൾക്ക് നേരെ ഒരു എയർ സ്ട്രൈക്ക് എന്തുകൊണ്ട് പാകിസ്ഥാൻ സേന നടത്തുന്നില്ല? താലിബാൻ സേനയുടെ, താലിബാൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന താലിബാൻ സേന, ആ താലിബാൻ സേനയുടെ ക്യാമ്പുകളുണ്ട്, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, അവരുടെ ആയുധ കേന്ദ്രങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ നടത്തിയ എയർ സ്ട്രൈക്ക് താലിബാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ നടത്തിയില്ല, താലിബാന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ നടത്തിയില്ല? ഈ ചോദ്യത്തിന് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉത്തരമില്ല. എന്തുകൊണ്ട് തെഹ്രിക്ക് താലിബാൻ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ ഭൂമിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ആക്രമിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് തെഹ്രിക്ക് താലിബാൻ. ആ തെഹ്രിക്ക് താലിബാനാണ് ഇസ്ലാമാബാദ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം എടുത്തത്. കഴിഞ്ഞ ദിവസം പെഷ്വാറിലുള്ള പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രിക്ക് താലിബാൻ ഏറ്റെടുത്തു. അങ്ങനെയുള്ള തെഹ്രിക്ക് താലിബാന്റെ ക്യാമ്പുകൾക്ക് നേരെ അല്ലെങ്കിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് നേരെ എന്തുകൊണ്ട് പാകിസ്ഥാന് ഒരു എയർ സ്ട്രൈക്ക് നടത്താൻ കഴിയുന്നില്ല? അപ്പോൾ പാവപ്പെട്ട എവിടെയോ കിടക്കുന്ന നിർധനരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുക, അതിൽ ആത്മനിർവൃത്തി നേടുക, എന്നിട്ട് ഇത് ഞങ്ങളുടെ പ്രതികാരമാണെന്ന് പറയുക. ഒന്നും അറിയാത്ത, ഈ ആക്രമണത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത, ഈ യുദ്ധത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത, യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന സാധാരണക്കാർ, ആ സാധാരണക്കാരാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. അതും കുട്ടികൾ, 9 കുട്ടികൾ. ആ കുട്ടികളെ കൊന്നൊടുക്കിയിട്ട് ഈ ഷഹബാസ് ഷെരീഫും അസീം മുനീറും ഒക്കെ വലിയ വീമ്പ് പറയുകയാണ്, ഞങ്ങൾ തിരിച്ചടിച്ചു, അഫ്ഗാനിസ്ഥാനെ തിരിച്ചടിച്ചു എന്നാണ് പറയുന്നത്. എത്രയും നാണം കെട്ട, ഇത്രയും നാണമില്ലാത്ത ഒരു വർഗം, പിശാചുകൾക്ക് സമാനമായിട്ടുള്ള ഒരു വർഗം ലോകത്ത് വേറെ ഉണ്ടാകില്ല. പണി വരുന്നുണ്ട് എന്ന് താലിബാൻ തന്നെ പറയുന്നുണ്ട്. അധികം വൈകാതെ പണി വരുന്നുണ്ട്. 8 നിലയിൽ പൊട്ടും പാകിസ്ഥാനിൽ സ്ഫോടനങ്ങളുടെ പരമ്പരയായിരിക്കും. ഇസ്ലാമാബാദ് മാത്രമല്ല, കറാച്ചിയും ലാഹോറും ഒക്കെ പൊട്ടിത്തെറിക്കും. ഇന്ത്യയുടെ പിന്തുണയുണ്ടാകും താലിബാന്, യാതൊരു സംശയവുമില്ല. ഇന്ത്യ ആയുധം നൽകണം താലിബാന്, ഇന്ത്യ ആയുധങ്ങളും ബോംബുകളും നൽകണം. എന്നിട്ട് താലിബാന്റെ സേന കൊണ്ട്, തെഹ്രിക്ക് താലിബാനെ കൊണ്ട് ഈ പാകിസ്ഥാനെ തീർക്കണം. എത്രയോ കാലങ്ങളായി ഇന്ത്യയുടെ തലവേദനയായി നിൽക്കുന്ന പാകിസ്ഥാൻ എന്ന ഈ നശിച്ച രാജ്യം, ഈ ഭൂമുഖത്തെ, ഈ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നാശം പിടിച്ച ഈ രാജ്യം എന്നേക്കുമായി ഇല്ലാതാകണം. ഒരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാറുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ, സൈന്യങ്ങൾ തമ്മിൽ ആക്രമണം നടത്താറുണ്ട്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനിലെ ഒരൊറ്റ സിവിലിയൻസിന് ഒരു പോറൽ പോലും ഏൽക്കാൻ ഇന്ത്യ അനുവദിച്ചില്ല. ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ മുഴുവൻ ഏറ്റവും കൃത്യമായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ, പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ, പാകിസ്ഥാനിൽ ഭീകരന്മാർ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ,
പാകിസ്ഥാനിലെ ആയുധ ഡിപ്പോകൾ, പാകിസ്ഥാന്റെ വ്യോമസേനയുടെ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമസേന താവളങ്ങൾ, വ്യോമസേനയുടെ റൺവേകൾ, ഇതൊക്കെയാണ് ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. പാകിസ്ഥാനിലെ സൈന്യത്തിന് പോലും ഏതെങ്കിലും ഒരു ജീവഹാനി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ അതിർത്തിയിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ചു, നിരവധി പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പിന്നീട് പുറത്തു വന്ന വാർത്തകളാണ്. തീർത്തും പാകിസ്ഥാനിലെ ഭീകര ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അല്ലാതെ ഇന്ത്യ കണ്ണിൽ കണ്ട പാകിസ്ഥാനികളെ കൊന്നില്ല, കണ്ണിൽ കണ്ട പാകിസ്ഥാനികൾക്കിടയിലേക്ക് ബോംബിട്ടില്ല, പാകിസ്ഥാനികളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് മിസൈൽ വർഷിച്ചില്ല. അതാണ് ഇന്ത്യയുടെ യുദ്ധരീതി. അതാണ് ജിഹാദ് മാത്രം നടത്തി, മതഗ്രന്ഥം മാത്രം തലയിൽ കയറി, തീവ്രവാദം മാത്രം ഭക്ഷിക്കുകയും തീവ്രവാദം മാത്രം ഉൽപ്പാദിപ്പിക്കുകയും തീവ്രവാദം മാത്രം കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിന് ഇതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയില്ല. പിഞ്ചു കുട്ടികൾ എന്ത് വ്യത്യാസം, സ്ത്രീകൾ എന്ത് വ്യത്യാസം, മനുഷ്യരെന്ന വ്യത്യാസമില്ല, മൃഗങ്ങളെന്ന വ്യത്യാസമില്ല. മൃഗത്തിന് സമാനമായ മാനസികാവസ്ഥ നടക്കുന്ന ഒരു രാജ്യം. പക്ഷെ ആ രാജ്യം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ ഒന്നുമല്ല, അതൊക്കെ തുടക്കം മാത്രം. താലിബാൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ ഈ ആക്രമണത്തിനുള്ള മറുപടി തരുന്നുണ്ട്, അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കൊള്ളുക. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ നിലവിളിയായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഒരു വാക്ക് മാത്രമേ മൈക്കിൽ പറഞ്ഞുകൊള്ളൂ: സിന്ധ് മേഖല ഇന്ത്യക്കൊപ്പം ചേരുന്ന കാലം വിദൂരമല്ല. സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടെ ആത്മാവാണ്, അത് ഇന്ത്യക്കൊപ്പം ചേരുക തന്നെ ചെയ്യും. ഇത്ര മാത്രമേ രാജ്നാഥ് സിംഗ് പറഞ്ഞുള്ളൂ. അവിടെ രാഷ്ട്രീയ കോലാഹലങ്ങൾ, വലിയ പൊട്ടിത്തെറി, വലിയ നിലവിളി. ഇന്ത്യ ഇതാ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നേ. പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ്. ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നു, അതിർത്തികളിലേക്ക് ഇന്ത്യ സൈനിക വിന്യാസം നടത്തുന്നു, സർക്രീക്ക് കഴിഞ്ഞ് ഇന്ത്യ സിന്ധ് മേഖലയിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നു, ഇന്ത്യയുടെ ലക്ഷ്യം കറാച്ചിയാണ്. ഇതൊക്കെയാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ വലിയ വായിൽ നിലവിളിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാന് ഒളിയുദ്ധം, ചാവേർ ആക്രമണം, ഇതേപോലെ വഞ്ചന, ചതി, ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ മുഖമുദ്രകൾ. പഹൽഗാമിൽ ഒളിയിരുന്ന പാവപ്പെട്ട ഇന്ത്യക്കാരെ, ആ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തി. ഒളിച്ചിരുന്ന ഇന്ത്യയുടെ സൈനിക വാഹനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തുക, പതിയിരുന്ന് ആക്രമിക്കുക, ഇരുട്ടിന്റെ മറവിൽ ജമ്മു കശ്മീരിലും മറ്റ് മേഖലകളിലുമൊക്കെ സ്ഫോടനങ്ങൾ നടത്തുക, ചെങ്കോട്ടയിൽ നടത്തിയതുപോലെ സ്ഫോടനങ്ങൾ നടത്തുക, ആളുകളെ കൊല്ലുക, ആളുകളെ വധിക്കുക, നിരപരാധികളെ. ഇതൊക്കെയാണ് അവരുടെ വിനോദം. അല്ലാതെ നേരിട്ടൊരു യുദ്ധത്തിന് ചങ്കൂറ്റമില്ലാത്തൊരു ജനതയാണ്. പക്ഷേ ആ ജനതയ്ക്ക് പറ്റിയത് താലിബാൻ തന്നെയാണ്. കൃത്യമായി തന്നെ അവർക്ക് അവരുടേതായ എതിരാളികളെ കിട്ടിയിരിക്കുന്നു. താലിബാൻ, തെഹ്രീക്ക് താലിബാൻ, BLA, ഇവർ മൂവരും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ അങ്ങ് ഇല്ലാതാക്കും. വലിയ കാലമൊന്നും വേണ്ട, പാകിസ്ഥാൻ വെറും ഒരു ഭൂപടത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു ഭൂപ്രദേശമായി മാറും. അതിന് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് മുന്നിൽ പോകാൻ വഴിയുള്ളൂ.